suppose a long solenoid of 100 centimeter length, radius 2 centimeter, having 500 turns per unit length, carries current 10 sin omega t ആംപിയർ. അപ്പോൾ ഒരു ലോങ് കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ആണ്. കറണ്ട് അവിടെ വേരിയബിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സോളിനോയിഡ്. ഇവിടെ കറണ്ട് വേരിയബിൾ ആണ്. 500 ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട്. ഇയാളുടെ ലെങ്ത് 100 സെന്റിമീറ്റർ ആണ്. 500 ടേൺസ് ഉണ്ട്. കറണ്ട് വേരിയബിൾ ആണ്. 10 സൈൻ ഒമേഗ ടി ആണ്. അപ്പൊ ആക്സിയലി മാഗ്നറ്റിക് ഫീൽഡ് വേരിയബിൾ ആണ്. A circular conducting loop of radius 1 centimeter coaxially slided through the solenoid at a speed 1 centimeter per second. അപ്പോൾ 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സോളിനോയിഡിനകത്തേക്ക് 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ കോയിലിനെ 1 സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ ആക്സിയലി നമ്മൾ എന്ത് ചെയ്തു? മൂവ് ചെയ്യിപ്പിച്ചു. എങ്കിൽ RMS കറണ്ട് ത്രൂ ദി ലൂപ്പ് വെൻ കോയിൽ ഇൻസേർട്ടഡ് 10 സെന്റിമീറ്റർ ഇൻസൈഡ് ദി സോളിനോയിഡ്സ്. അപ്പം നമ്മൾ ഈ കാണുന്ന ലൂപ്പ് വേരിയിങ് ഫീൽഡിനകത്തൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ കോയിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും, കോയിലൊരു കറണ്ട് ഫ്ലോ ചെയ്യും. എങ്കിൽ RMS കറണ്ട് ആ കോയിലിൽ ഫ്ലോ ചെയ്യുന്നത് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉള്ളതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് EMF, ആ ഇൻഡ്യൂസ്ഡ് EMF കറണ്ടിന് കാരണമാകുന്നു. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMFന് ഇക്വേഷൻ ആരാ? മൈനസ് d∅dt ആണ്. ഇവിടെ ഫീൽഡ് B എന്ന് പറയുന്നത്, ഇപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് BA ആണ്. ജനറലി B.A അല്ലെങ്കിൽ BA ആണ്. ഇവിടെ B എന്ന് പറയുന്നത് μ0 സോളിനോയിഡിന്റെ ആക്സിയൽ ഫീൽഡാണ്. ആ I എന്ന് പറയുന്നത് ഇവിടെ വേരിയബിൾ ആണ്. അപ്പം നമുക്ക് ഏരിയ ഇൻറ്റു d/dt ഓഫ്, അപ്പം μ0 di/dt. ഇപ്പൊ ഇതാരാണ്? EMF ആണ്. കറണ്ട് ആവാൻ I ഇസ് ഈക്വൽ ടു ആരാണ്? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഏരിയ നമുക്ക് പിന്നെ എഴുതാം. A ബൈ റെസിസ്റ്റൻസ് μ0 d/dt ഓഫ് ആരാണ്? 10 സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി നമുക്ക് സൈനിന്റെ ഡിഫറൻഷ്യൽ എഴുതി പോവാം. മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കേണ്ടത്, കാരണം ഓപ്ഷനിലെല്ലാം മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ. അപ്പൊ നമുക്ക് സൈന്, ഞാൻ അത് കൺവെൻഷനിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കണം. ഒരേ ആൻസർ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് വേണം? ഇനീഷ്യലി ലെൻസസ് റൂൾ വെച്ച് തന്നെ, അതായത് സൈൻ വെച്ച് തന്നെ ന്യൂമറിക്കൽ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? RMS കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. RMS കറണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് വഴിയെ വരാം. അപ്പൊ ഇവിടെ ഞാൻ എഴുതുന്നത് I ഇസ് ഈക്വൽ ടു മൈനസ് A/R μ0 d/dt ഓഫ്, അപ്പൊ നോക്കിയേ 10 ഇൻറ്റു ഒമേഗ കോസ് ഒമേഗ ടി എന്ന് വരും. ശരിയല്ലേ? ഇന്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി, സോറി ഡിഫറൻഷ്യൽ ഓഫ് സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി മാക്സിമം RMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കറണ്ട് ബൈ √2 എന്നല്ലേ? മാക്സിമം കറണ്ട് ആവണമെങ്കിൽ കോസ് ഒമേഗ ടി എന്താവണം? +1 ആവണം. ദെർഫോർ ഞാനത് എഴുതുമ്പോൾ A/√2R μ0 എന്തെന്ന് എഴുതിയാൽ മതി? 10 ഒമേഗ. ഓക്കെ, കാരണം കോസ് ഒമേഗ ടി +1 ആവണം, എന്നാലേ പീക്ക് വാല്യൂ ആവൂ മാക്സിമം. അപ്പൊ ഇനി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു സർക്കുലർ ലൂപ്പാണ്. സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് എത്ര തന്നേക്കുന്നത്? 1 സെന്റിമീറ്റർ ആണ്.
1 സെന്റിമീറ്റർ. r 10⁻⁻² ഹോൾ സ്ക്വയർ പൈ r സ്ക്വയർ ബൈ √2 ഇൻറ്റു റെസിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? 10 ഓം തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ 10. μ0 നമുക്കറിയാം 4π ഇൻറ്റു 10⁻⁻7 ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് 500 ആണ് ഇൻറ്റു 10 ഒമേഗ 1000 ആണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നത് ഇപ്പം ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുക, 4ഉം 5ഉം ഈ 20 ആണ്. 20. ഓക്കെ, ഇനി പൈ ഇൻറ്റു പൈ ആരാണ്? പൈ സ്ക്വയർ ആണ്. ബാക്കി പവർ നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ താഴെ ഒരു √2. ഇനി 10 ക്യാൻസൽ ചെയ്യാം. പവർ നോക്കുക, 10⁵5 10⁻⁻7 10⁻⁴. അപ്പോൾ 10⁻⁻4ഉം 10⁻⁻7ഉം എത്രയാ? 10⁻⁻11. 10⁻⁻11ഉം 10⁵5ഉം എത്ര വരും? 10⁻⁻6. അപ്പോൾ പൈ സ്ക്വയർ 10 എന്ന് എടുക്കണ്ട, കാരണം 10 എന്ന് എടുത്തിട്ട് 20 ഇൻറ്റു 10 200. അപ്പോൾ 200നോട് ചേർന്ന് നിയർ ബൈ ഒരു വാല്യൂ, കുഴപ്പമില്ല, അപ്രോക്സിമേറ്റ് ആണ്, ഇൻറ്റീജർ ടൈപ്പ് അല്ല, ഒബ്ജക്റ്റീവ് അല്ലേ, ന്യൂമറിക്കൽ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് 20 പൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 200 ബൈ √2 ഇൻറ്റു 10⁻⁻6 മൈക്രോ ആംബിയർ. അപ്പോൾ ആൽഫയുടെ പൊസിഷൻ നോക്കി, ആൽഫയുടെ സ്ഥാനത്ത് എത്രയാ? 20 പൈ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 197. എക്സാക്ട് വാല്യൂ 3.14. എന്തെടുക്കാതെ? 10 എന്ന് പൈ സ്ക്വയറിന് എടുക്കാതെ എക്സാക്ട് വാല്യൂ വെച്ചിട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 197. അപ്പോൾ 197 ബൈ √2. അപ്പോൾ ആൽഫയുടെ സ്ഥാനത്ത് 197 മൈക്രോ ആംബിയർ എന്ന് ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.